ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ ഒരു പാവയ്ക്ക മെഴുകുപുരട്ടിയുടെ റെസിപ്പിയാണേ. അപ്പോൾ കേൾക്കുമ്പോൾ അയ്യേ ഇതാണോ, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുമായിരിക്കും. പക്ഷെ കുറച്ച് ഡിഫറെൻറ്റ് വേയിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക മെഴുകുപുരട്ടിയാണേ. അപ്പോൾ ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക മെഴുകുപുരട്ടി എന്ന് ഞാൻ പറയില്ല. പക്ഷെ കയ്പ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ പാവയ്ക്ക മെഴുകുപുരട്ടി ചെയ്യാമെന്ന് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 പാവയ്ക്കയാണ്. ഇനി ഇത് നമുക്ക് ആദ്യം എണ്ണയിലൊന്നങ്ങ് വഴറ്റിയെടുക്കാം. പാവയ്ക്ക ഒന്ന് നന്നായിട്ടങ്ങ് വാഴണം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് മുറിച്ചത് ചേർക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പാവയ്ക്ക് ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 പാവയ്ക്ക് 3 സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ സവാള കൂടുതൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു മെഴുക്കുപുരട്ടിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ഇതുകൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സവാള ഒന്നങ്ങ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരിക്കലും മൂടി വെച്ച് കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്നങ്ങ് ഇളക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ഫ്രൈ ആകണോ അത്രയും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഓഫ് ചെയ്യുവാണേ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കയ്പ് കുറഞ്ഞ രീതിയിൽ ഒരു അടിപൊളി പാവയ്ക്ക മെഴുക്കുപുരട്ടി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.